ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് തിരുവചനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഞാൻ വൈദികനായി ആദ്യം എൻ്റെ സേവനം ദൈവകൃപയാൽ ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചത് കോഴിക്കോട് ടൗണിലുള്ള സിറ്റി സെയിൻറ്റ് ജോസഫ് ദേവാലയത്തിലായിരുന്നു. പ്രിയ ബഹുമാനപ്പെട്ട റെനി ഫ്രാൻസിസ് റോഡ്രിഗസ് അച്ഛൻ്റെ കീഴിൽ കൊച്ചച്ഛനായിട്ടായിരുന്നു ഞാൻ സേവനം ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും രാവിലെ 6:45 കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ ദിവ്യകാരുണ്യ ആരാധന ഉണ്ടാകും. അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ദിവ്യകാരുണ്യനാഥനെ എഴുന്നള്ളിച്ച് വയ്ക്കും. ഒത്തിരി പേര് ടൗണിൽ വരുന്നവരൊക്കെ ഒത്തിരി പേര് ഈശോയുടെ മുന്നിലിരിക്കും. ദിവ്യകാരുണ്യനാഥനോട് ഹൃദയം തുറന്ന് എല്ലാ വ്യാകുലതകളും വിഷമങ്ങളും സന്തോഷവും എല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിൽ തുറന്നു വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വികാരിയച്ഛന് ഒരു കാര്യം നിർബന്ധം ഉണ്ടായിരുന്നു. അച്ഛനെപ്പോഴും CCTVയിൽ കൂടി നോക്കണം. പള്ളിയിൽ എപ്പോഴെങ്കിലും ആരുമില്ലാതായാൽ ഈശോയെ ഒറ്റയ്ക്ക് ഇരുത്തരുത്, അച്ഛൻ പോയി ഇരിക്കണമെന്ന് വികാരിയച്ഛന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരിക്കലും ഞാനിങ്ങനെ ദേവാലയത്തിൽ ആരെയും കാണാനില്ല. അപ്പം ഞാനിങ്ങനെ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ ഒരു താടിക്കാരൻ അപ്പൂപ്പൻ മാത്രം ഒരു ബെഞ്ചുകളുടെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് കാണാം. അപ്പം ഞാനിങ്ങനെ പള്ളിയുടെ പുറകിൽ ഇങ്ങനെ ബെഞ്ചിലിങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ഇങ്ങനെ ഏങ്ങലടികൾ കേൾക്കാം. ഏങ്ങലടിച്ച് ഒരു അപ്പാപ്പൻ ഇങ്ങനെ ഇരുന്ന് കരയാണ്. ഞാൻ ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനാവണമെന്ന് തിരിച്ചറിയും എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ ആ അപ്പാപ്പൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തു പറ്റി അപ്പാപ്പ കരയാൻ? അപ്പോൾ അപ്പാപ്പൻ പറയായിരുന്നു, അച്ഛാ ഞാൻ തോറ്റുപോയി അച്ഛാ. എന്താണ് തോക്കാൻ കാരണം? അതായത് ഞാൻ 40 വർഷത്തിനപ്പുറമാണ് ഒരു പള്ളിയിലേക്ക് കയറുന്നത്. 40 വർഷത്തിനപ്പുറം. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് 40 വർഷം പിടിച്ചത് പള്ളിയിലേക്ക് കയറി വരാനായിട്ട്? അപ്പോൾ ആ പാപ്പൻ പറയായിരുന്നു, 40 വർഷം എനിക്ക് പ്രത്യേകിച്ച് വിശ്വാസമൊന്നും തോന്നിയില്ല. അപ്പനും അമ്മയ്ക്കും പ്രത്യേകിച്ച് വിശ്വാസമൊന്നും ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് എനിക്കും പ്രാർത്ഥിക്കാനൊന്നും ഒരു മനസ്സുണ്ടായില്ല. കൂട്ടുകെട്ടും യൗവനമൊക്കെ ഇങ്ങനെ കടന്നുപോയി, വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി. ഇങ്ങനെ ഇവർ പള്ളിയിൽ വരും, പക്ഷെ ഞാൻ പള്ളിയിൽ വരാറില്ല. 40 വർഷമായി ഞാൻ കുമ്പസാരിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നിയിരുന്നില്ല. അപ്പോൾ അവസാനം ഞാൻ ചോദിച്ചു, പിന്നെ എന്തു പറ്റി 40 വർഷത്തിനപ്പുറം ഇപ്പോൾ പള്ളിയിൽ വരാൻ? അപ്പോൾ പറയായിരുന്നു, വെച്ചാൽ എനിക്ക് 1 മാസം മുമ്പ് തലയിൽ ഭയങ്കര തലവേദന ഉണ്ടായി, വെട്ടിപ്പൊളിയുന്ന വേദനയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. ചെക്ക് ചെയ്തപ്പോഴാണ് പറയുന്നത്, അച്ഛാ ട്യൂമറായിരുന്നു, ബ്രെയിൻ ട്യൂമറാണ്. ഡോക്ടർ വീണ്ടും ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, 6 മാസം കൂടിയേ ചേട്ടൻ ജീവിച്ചിരിക്കുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുതൽ ആകപ്പാടെ ടെൻഷനാണ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഈ വേദന, എൻ്റെ മക്കളോട് പറഞ്ഞു, എൻ്റെ കൂടപ്പിറപ്പുകളോട് പറഞ്ഞു, എൻ്റെ കൂടെയുള്ള എല്ലാവരോടും എൻ്റെ ഈ സങ്കടം പറയുകയാണ്, എല്ലാവരോടും പറഞ്ഞു. പക്ഷേ ആർക്കും എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റണില്ല. എൻ്റെ ഈ സഹനത്തിൽ ഞാൻ അനുഭവിക്കുന്ന വേദന അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഞാൻ വല്ലാതെ ഇങ്ങനെ തോറ്റുപോയതുപോലെ എനിക്ക് തോന്നുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരം കേൾക്കുകയാണ്, നീ നിൻ്റെ ഇടവപ്പള്ളിയിൽ പോയെന്നിരിക്കുക, ഈശോയോട് ഈ കാര്യങ്ങളൊന്ന് പറ. വേറെ ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തതുപോലെ ഈ ഭൂമിയിൽ നിന്നെ ഇപ്പോൾ ആശ്വസിപ്പിക്കാനായിട്ട് ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ഉള്ളിൽ നിന്നുള്ളൊരു സ്വരം കേട്ടിട്ടാണ് ഞാൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നത്. ശരിയായിരുന്നു അച്ഛാ. ഇവിടെ വന്ന് ഉള്ളിൽ കയറിയപ്പോൾ മുതലുണ്ടല്ലോ അസ്ഥികൾക്കൊക്കെ ഒരു കുളിർമയാണ്. എൻ്റെ മനസ്സിങ്ങനെ വല്ലാതെ ഇങ്ങനെ നിറയാണ്. എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ അഭിഷേകം നിറയാണ്. പണ്ടെപ്പോഴും ധൂർത്തപുത്രൻ്റെ ഉമ്മ ഏതോ പള്ളിയിലച്ഛൻ ഉപമിക്കുന്നത് പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ ധൂർത്തപുത്രനാണച്ചാ. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ വല്ലാതെ ഇങ്ങനെ സ്നേഹിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നേരെ കുമ്പസാരക്കൂട്ടിലേക്ക് കയറ്റി
കുമ്പസാരമൊക്കെ കഴിഞ്ഞ് അപ്പാപ്പൻ എൻ്റെ മുന്നിൽ മുട്ടുകുത്തി ഞാൻ തലയിൽ കൈവച്ച്, കർത്താവേ അന്നത്തെ എൻ്റെ ദിവ്യബലിയുടെ അഭിഷേകം നൽകണമേ, അങ്ങനെക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ കൃപകളും എല്ലാ അഭിഷേകവും ഈ അപ്പാപ്പനിലേക്ക് നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് കരുണയോടെ ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അപ്പാപ്പൻ ഞാൻ കർച്ചീഫൊക്കെ എടുത്ത് തുടയ്ക്കാൻ പറഞ്ഞു കണ്ണൊക്കെ. കാരണം ഇത്രയും വലിയ അപ്പാപ്പൻ ഇങ്ങനെ കുഞ്ഞിനെ പോലെ പൊട്ടി കരയാണ്. പൊട്ടി കരയാണ്. നമ്മളുടെ ജീവിതത്തിലുണ്ടാവും കേട്ടോ. നമ്മൾ ഭയങ്കര അഹങ്കാരമൊക്കെ കാണിച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടൊക്കെ നടക്കും. പക്ഷേ ജീവിതത്തിലില്ലേ, മരണം എന്നുള്ളൊരു സത്യത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തോറ്റുപോകും. അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ അഴിച്ചുവിട്ട ബലൂൺ പോലെയാവും നമ്മുടെ ആദർശങ്ങളും തത്വശാസ്ത്രങ്ങളും നമ്മൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളും എല്ലാം. അപ്പം നമ്മൾ മനസ്സിലാക്കും ഈശോ എന്ന് പറയുന്നൊരു സത്യമുണ്ട് എന്ന്. അങ്ങനെ ആ പാപ്പൻ 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ വരാണ്. ഇപ്പോൾ വന്നിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് മുഖമൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്. അന്ന് കുർബാനയിലൊക്കെ പങ്കെടുത്ത് അത് കഴിഞ്ഞിട്ട് കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ വന്നിട്ട് പറയുകയാണ്, അച്ഛാ ഞാൻ തോക്കൂല അച്ഛാ, കാരണം ഈശോ എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് അച്ഛൻ നിന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ള ചിന്ത ഇതാണ്, അവർ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് ഡിഫീറ്റഡ്. നമ്മുടെ ദൈവം തോറ്റുപോയവരുടെ ദൈവമാണ്. നമ്മുടെ ദൈവം തോറ്റുപോയവരുടെയും തോറ്റുകൊണ്ടിരിക്കുന്നവരുടെയും തോൽക്കാനിരിക്കുന്നവരുടെയും ദൈവമാണ്. ഒന്നും കൂടി ആവർത്തിക്കാം, നമ്മുടെ ദൈവം തോറ്റുപോയവരുടെയും തോറ്റുകൊണ്ടിരിക്കുന്നവരുടെയും തോൽക്കാനിരിക്കുന്നവരുടെയും ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മളിങ്ങനെ തോറ്റു തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ദൈവം ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ വല്ലാതെ പൊടിഞ്ഞു പിടിക്കും. നമ്മളെ തോൽക്കാനായിട്ട് അവൻ അനുവദിക്കത്തില്ല. സുവിശേഷങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നില്ലേ, കാറ്റും കോളും വന്നിട്ട് ശിഷ്യന്മാർ യാത്ര ചെയ്ത വഞ്ചി ഇങ്ങനെ മുങ്ങാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ ഒരു മാസ് എൻട്രി ഉണ്ട്. അവനിങ്ങനെ ആ തിരമാലകളുടെ മുകളിലൂടെ ഇങ്ങനെ നടന്നു വന്നിട്ട് പറയും, കാറ്റേ കടലേ ശാന്തമാകൂ എന്ന്. നമ്മുടെ ദൈവം നമ്മൾ തോറ്റു തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ തോറ്റു എന്ന് കണ്ടു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ ഇങ്ങനെ വല്ലാതെ പൊതിഞ്ഞു പിടിക്കും. നമ്മളെ തോൽക്കാനായിട്ട് അവനൊരിക്കലും അനുവദിക്കത്തില്ല. നമ്മൾ വിശ്വസിക്കണം, നമ്മൾ പരിപൂർണമായി വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്ഭുതങ്ങൾ കാണും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെത്സയിദ കുളക്കരയിൽ 1 2 3 4 10 15 20 30 38 വർഷമായിട്ട് തളർവാദം പിടിപെട്ട് കിടക്കുന്ന മനുഷ്യനെ കാണുന്നുണ്ട്. അവൻ രോഗത്താൽ തോറ്റു തൊപ്പിയിട്ടിരിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, കർത്താവിൻ്റെ മുന്നിൽ വരുമ്പോൾ അവൻ പറയുന്നുണ്ട്, കർത്താവെ വെള്ളമിളകുമ്പോൾ ബെത്സയിദ കുളക്കരയിൽ വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ പലപ്പോഴും കഷ്ടപ്പെട്ട് ഇറങ്ങാൻ പരിശ്രമിക്കും. അന്ന് വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയാണ്, മാലാഖ കുളത്തിലേക്ക് ഇറങ്ങി വരും, വെള്ളമിളകും. അപ്പോൾ ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അവൻ ആരാണോ അവൻ സൗഖ്യപ്പെടുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ വെള്ളമിളകുമ്പോൾ ഇവനിങ്ങനെ ഇറങ്ങാൻ പരിശ്രമിക്കും. പക്ഷേ അതിനു മുമ്പേ ആരെങ്കിലുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അങ്ങനെ തോറ്റിരിക്കുകയാണ്. രോഗങ്ങൾ മൂലം, ഈ തളർവാദം മൂലം തോറ്റിരിക്കുകയാണ്. ഈ തോറ്റിരിക്കുന്ന സീനിലേക്ക് കർത്താവ് വന്നിട്ട് പറയാണ്, സൗഖ്യമാകാൻ നീ ആഗ്രഹിക്കുന്നോ? അപ്പോൾ അവൻ പറയാണ്, ഉവ്വ് കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്റെ കിടക്കയും എടുത്ത് നീ നടക്കുക എന്ന് പറയാണ്. രോഗത്താൽ തോറ്റുപോയ മനുഷ്യനെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഡിഫീറ്റഡ്. നമ്മളിൽ പലരും ഇങ്ങനെ രോഗം കൊണ്ട് തോറ്റിരിക്കുകയായിരിക്കാം. മാരകമായ രോഗങ്ങൾ കൊണ്ട് വല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ നീ പറയണം, ഞാൻ തോക്കില്ല, കാരണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തുമെന്ന് നീ പറയണം. ഞാൻ ഒരുപാട് പേർക്ക് ലാസ്റ്റ് സാക്രമെൻറ്റ് കൊടുക്കാനായിട്ട് പോയിട്ട്, രോഗിലേപനം കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പല പ്രാവശ്യം ഒരു വീട്ടിൽ ദിവ്യകാരുണ്യം കൊടുക്കാനായിട്ട് ഒരു അമ്മച്ചിക്ക് ഏകദേശം നട്ടെല്ലിനും വയറിനും ലങ്സിനും ഒക്കെ ക്യാൻസർ പടർന്നു പിടിച്ച് ശരീരം മുഴുവനും ക്യാൻസർ സെല്ലുകളാണ്. വല്ലാതെ ഞെരുങ്ങി ജീവിക്കുന്ന ഒരമ്മയാണ്. ഈ ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ട്യൂബിലൂടെയാണ് ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നത്. വല്ലാതെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചിയെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഈശോയോട് ഒരു സങ്കടം തോന്നിയിട്ടുണ്ടോ? ഈശോയെ എന്തിനാണ് എനിക്ക് ഈ സങ്കടങ്ങൾ തന്നത്, ഈ കുരിശ് തന്നത് എന്നൊക്കെ ഈശോയോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്നോട് പറയായിരുന്നു, അച്ഛാ ഞാൻ ഈ സഹനം വേണ്ട എന്ന് എൻ്റെ ഈശോയോട് പറഞ്ഞ് ഈശോയ്ക്ക് വിഷമാവും. ഞാനിങ്ങനെ
തോറ്റാലേ എൻ്റെ ഈശോ ജയിക്കുള്ളൂ. ഞാനിങ്ങനെ ഇല്ലാതായാലേ ഈ ലോകത്തിൽ അനേകം പാപികളുണ്ട്. ഈശോ അറിയാതെ മാനസാന്തരപ്പെടാതെ ജീവിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. എൻ്റെ ഈ തോൽവികളൊക്കെ ഞാൻ ഈ പാപികൾക്കും മാനസാന്തരപ്പെടാത്തവർക്കും എൻ്റെ പോലെ തന്നെ വേദനിക്കുന്ന രോഗികൾക്കൊക്കെ കാഴ്ചവെക്കാണ്. അപ്പോൾ എൻ്റെ ആത്മാവ് ഇങ്ങനെ ജയിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. 2-3 ആഴ്ചക്കുള്ളിൽ ആ അമ്മച്ചി മരിച്ചു. ബോഡി ഇങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചിരിച്ച് കിടക്കാണ് മുഖം. അത് ഈശോയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് തോൽവിയില്ല. കാരണം അവൻ തോൽക്കാനായിട്ട് അനുവദിക്കത്തില്ല. അടിവരയിട്ട് ഞാൻ പറയാണ്, നമ്മുടെ ദൈവം തോറ്റുപോയവരുടെയും തോറ്റുകൊണ്ടിരിക്കുന്നവരുടെയും തോൽക്കാനിരിക്കുന്നവരുടെയും ദൈവമാണ്. ദൈവം ഒരിക്കലും തോറ്റുപോയാൽ നമ്മളെ ഒറ്റയ്ക്കാക്കത്തില്ല. ദൈവം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് അച്ഛൻ ഞാൻ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള എൻ്റെ തന്നെ ജീവിത അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ്. ഒരിക്കലും ഈശോ നമ്മൾ തോൽക്കാനായിട്ട് അനുവദിക്കത്തില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ അരുമ ശിഷ്യനായിട്ടുള്ള, ഈശോയുടെ അടുത്ത സുഹൃത്തെന്ന് പറയാവുന്ന ലാസർ മരിച്ചേക്കാണ്. ഈശോ അത് അറിയുന്നത് 4 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഈശോ ആ സീനിലേക്ക് വരുന്നതും 4 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഈശോ അവൻ്റെ വീട്ടിലേക്ക് വരാണ്. ബദനിയായിൽ അവൻ്റെ വീട്ടിലേക്ക് വരാണ്. അപ്പോൾ അവൻ്റെ സഹോദരി പറയുകയാണ്, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ മർത്തായോട് കർത്താവ് പറയുന്നുണ്ട്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, വിശ്വസിക്കുമെങ്കിൽ നീ അത്ഭുതം കാണും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ലാസറിൻ്റെ ശവകുടീരത്തെങ്കിലേക്ക് ചെന്ന് കഴിയുമ്പോൾ വീണ്ടും സഹോദരി പറയുന്നുണ്ട്, അവൻ മരിച്ച് 4 ദിവസമായി, ദുർഗന്ധം വമിക്കും. അപ്പോൾ കർത്താവ് നീ വിശ്വസിക്കേ എന്ന് പറഞ്ഞിട്ട് ആ കല്ലുരുട്ടി മാറ്റാൻ ആവശ്യപ്പെടുന്നുണ്ട്. കല്ലുരുട്ടി മാറ്റി കഴിയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് കർത്താവ് പറയുന്നുണ്ട്, ലാസറെ നീ പുറത്തേക്ക് വന്നു. ലാസർ മരണത്താൽ തോറ്റുപോയിരുന്നു. പക്ഷെ കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ആ മരണത്തിൻ്റെ തോൽവിയിൽ നിന്ന് അവൻ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് കടന്നു കയറി വരികയാണ്. കർത്താവിനോടൊപ്പം നമ്മൾ ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ ഒരു മരണത്തിനും നമ്മളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. മനുഷ്യര് നമ്മൾ തോറ്റുവെന്ന് കാണുമ്പോഴും ഈ ലോക ജീവിത അവസാനം മരണത്തോടെ തീർന്നുവെന്ന് കാണുമ്പോഴും നമ്മളുടെ ജീവിതം ആരംഭിക്കുന്നേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഞാൻ ഒരു വീട്ടിൽ ക്യാൻസർ ആയിട്ടുള്ള ഒരു ചേച്ചിക്ക് അന്ത്യകുദാശ കൊടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എന്നോട് പറയണം, അടുത്തേക്ക് അച്ഛൻ വരണ്ട, കാരണം എൻ്റെ വായിലാണ് ക്യാൻസർ, അപ്പോൾ ഇതിൻ്റെ സ്മെല്ലുണ്ടാവും, അച്ഛന് കുറച്ച് ദൂരത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു കൈ കൊണ്ട് വായി ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് പല്ലുകളും മെല്ലെ ഒന്ന് തുറന്നിട്ടാണ് സംസാരിക്കുക. ഭയങ്കര പെയിനാണ്. അപ്പോൾ ചേച്ചി എന്നോട് പറയുമായിരുന്നു, ചേച്ചിയുടെ ജീവിതം എൻ്റെ മുന്നിൽ തുറന്നു വയ്ക്കായിരുന്നു. ചേച്ചി പറയുമായിരുന്നു, അച്ഛാ എനിക്ക് 2 മക്കളുണ്ടായിരുന്നു, ഭർത്താവ് ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് അന്ന് മുതൽ ഭർത്താവ് മുഴുക്കുടിയനായിരുന്നു. എല്ലാ ദിവസവും ഇയാൾ എന്നെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. പിന്നെ കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് 2 മക്കളുണ്ടായി, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ 19 വയസ്സുള്ളപ്പോൾ എൻ്റെ മകൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. 2ാമത്തെ മകള് എനിക്ക് വന്ന ഇതേ ക്യാൻസർ, ലങ്സിനും വായിക്കും ക്യാൻസർ വന്നിട്ട് എൻ്റെ മകളെയും ഈശോ കൊണ്ടുപോവാണ്. 3ാമത്തത് ഭർത്താവ് കുടിച്ച് കരളില്ലാതെ ആയ ഭർത്താവ് മരിച്ചു. അങ്ങനെ 3 പേരും മരിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാനും അറിയുന്നത് എനിക്കും ക്യാൻസറായി. പതിയെ അത് വായിൽ വന്നു, പിന്നെ ലങ്സിലേക്ക് വന്നു. ആശുപത്രിയിൽ നിന്ന് ഇപ്പം എന്നെ പറഞ്ഞു വിട്ടേക്കാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇനി ഒരുങ്ങുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചിനോട്, ചേച്ചിക്ക് വിഷമമുണ്ടോ? എനിക്ക് വിഷമമില്ല അച്ഛാ, എൻ്റെ ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും നടക്കത്തില്ല. ഓരോ തലമുടി ഇഴയും കൊഴിയുന്നത് എൻ്റെ കർത്താവ് അറിയുന്നു എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. എന്നോട് ജോബിൻ്റെ കഥ ഇങ്ങോട്ട് പറയാണ്. ജോബിൻ്റെ കഥ പറഞ്ഞിട്ട് 19-ാം അധ്യായത്തിൽ പറയത്തില്ലേ, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും കർത്താവെ മാംസത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ കാണും. ചേച്ചി പറഞ്ഞ വചനമാണ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തറച്ച് നിൽക്കുകയാണ്. എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും കർത്താവെ എൻ്റെ മാംസത്തിൽ നിന്നുകൊണ്ട് ഞാൻ കാണും. നമ്മൾ
ഒരിക്കലും നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കർത്താവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ചേച്ചി മരിച്ചിങ്ങനെ കിടക്കാണ്. ഇടന്ന് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് അധികം ആളുകളൊന്നുമില്ല. ഞാൻ ഓർക്കാണ്, ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണയെന്ന് പറയുന്നത് എത്രയോ സത്യമാണ്. ഈ വണ്ടിയിൽ നിന്ന് ബോഡി ഇറക്കാൻ നേരത്ത് ആകെ 3-4 പേരേ ഉള്ളൂ. ചേച്ചിക്ക് അധികം ബന്ധുക്കളോ ആരും ഇല്ല. അപ്പം നാലാമനായിട്ട് ആ ബോഡി പിടിച്ചത് ഞാനാണ്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഏതൊരു പുസ്തകത്തിൽ ഖലീൽ ജിബ്രാൻ്റെ ബ്രോക്കൺ വിങ്സിൽ വായിച്ചതുപോലെ, വാടിത്തുടങ്ങിയ അനേകം വെളുത്ത റോസാപ്പൂക്കൾക്ക് നടുവിൽ വാടാത്ത ചുമന്ന റോസാപ്പൂവാണ് എൻ്റെ ആനി എന്ന് പറയുന്ന പോലെ ആ പെട്ടിയിൽ ആ ചേച്ചി ഇങ്ങനെ കിടക്കുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ഈശോയുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തോൽവിയില്ല. അത് മരണത്തിലാണെങ്കിലും രോഗത്തിലാണെങ്കിലും ഈശോ ഇങ്ങനെ വല്ലാതെ പൊതിഞ്ഞു പിടിച്ച് ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും. ഇനി യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ പാപത്തിൽ പിടിക്കപ്പെട്ട, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് കാണുന്നുണ്ട്. മോശയുടെ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ആ പെൺകുട്ടിയെ ആ നഗരത്തിൻ്റെ പ്രധാന ഇടത്തേക്ക് കൊണ്ടുവന്നേക്കാണ്. എന്നിട്ട് പ്രമുഖർ, പ്രായം ഏറിയവരനുസരിച്ച് കല്ലെടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചേക്കാണ്. അവരുടെ തവണ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ കർത്താവ് അവിടെ ഉണ്ട്. കർത്താവ് ഇങ്ങനെ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് മനുഷ്യൻ പുറം കാണുമ്പോൾ ദൈവം ഉള്ളു കാണും. ആ പാപിയുടെ നെഞ്ച് കർത്താവ് കാണാണ്, ഉള്ളു കർത്താവ് കാണാണ് പെടയുന്നത്. ആ പെണ്ണ് എന്ത് പാപിയാണെങ്കിലും എൻ്റെ കുഞ്ഞാണ്, എൻ്റെ മകളാണെന്നുള്ളൊരു ചിന്ത കർത്താവിൻ്റെ ഉള്ളിലുണ്ട്. കർത്താവ് ഇങ്ങനെ കാരുണ്യം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ. അപ്പോൾ കർത്താവ് ഇങ്ങനെ എഴുന്നേറ്റിട്ട് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന്. അങ്ങനെ മുതിർന്നവർ മുതൽ കല്ല് ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് പോയി എന്നാണ് പറയുക. നമ്മുടെ വചനം പറയുന്ന പോലെ നമ്മുടെ പാപം കടും ചുമപ്പാണെങ്കിലും, നമ്മൾ വ്യഭിചാരിയാണെങ്കിലും, നമ്മൾ എന്ത് കൊലപാതകയാണെങ്കിലും, ഭ്രൂണഹത്യ ചെയ്തവരാണെങ്കിലും, പരദൂഷകരാണെങ്കിലും, കുറ്റം പറയുന്നവരാണെങ്കിലും, എന്ത് മാരക പാപികളാണെങ്കിലും നമ്മൾ ദൈവത്തോട് അനുതാപത്തോടെ കുമ്പസാരക്കുട്ടിൽ ചെന്ന്, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി. കർത്താവ് ഭൂമിയിലേക്ക് വന്നിട്ട് പറയുന്ന കാര്യം, ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല മറിച്ച് പാപികളെ വിളിക്കാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. ഈ കർത്താവിൻ്റെ മുന്നിൽ ചെന്നിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് എളിമയോടെ ശാന്തതയോടെ നമ്മൾ പറയുവാണെങ്കിൽ ആ പാപം മൂലമുണ്ടായ തോൽവിയിൽ നിന്ന്, പരാജയത്തിൽ നിന്ന് നമ്മളെ ദൈവം കൈപിടിച്ചുയർത്തും. അവർ ഗാഡ് ഈസ് എ ഗോഡ് ഓഫ് ഡിഫീറ്റഡ്. തോറ്റുപോയവരുടെ ദൈവമാണ്. പാപം കൊണ്ട് തോറ്റുപോയവർ, മരണം കൊണ്ട് തോറ്റുപോയവർ, രോഗം കൊണ്ട് തോറ്റുപോയവർ, ഇവരെല്ലാം കർത്താവ് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. ഞാൻ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഒരു വൈദികനാണ്. ആ സ്വർഗ്ഗമാണ് ആ കുമ്പസാരക്കൂട്ടിൽ ഇങ്ങനെ ഇരിക്കുക. വൈദികനാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും വൈദികൻ കർത്താവിൻ്റെ പ്രതിപുരുഷനായിട്ട് ഇങ്ങനെ മാറാണ്. കർത്താവിൻ്റെ സ്നേഹം മുഴുവനും ഒപ്പിയെടുക്കുന്ന ഒരു ഹൃദയവുമായിട്ട് വൈദികനെ കാരുണ്യത്തിൻ്റെ മുഖമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ അനുദപിക്കുന്ന പാപിയും വന്ന് കണ്ണുനീരോടെ കുമ്പസാരക്കൂട്ടിൽ ഇങ്ങനെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ സ്വർഗം അങ്ങനെ തന്നെ വന്ന് നിറയാണ്. ഒരു നിമിഷം കൊണ്ട് വിശുദ്ധിയിലേക്ക് കർത്താവ് ആത്മാവിനെ ഇങ്ങനെ കൈപിടിച്ചുയർത്താണ്. ഒരിക്കലും ഞാനൊരു ദേവാലയത്തിൽ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ലൈൻ നിൽക്കുകയാണ്. ലൈൻ നിന്ന് അവസാനം ഒരു പെൺകുട്ടി വന്നു. അപ്പം ഞാനിങ്ങനെ തലയിലേക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെൺകുട്ടി താഴെ വീണിട്ട് ഇങ്ങനെ നിലത്ത് കിടന്ന് പിടക്കാണ്. പാമ്പ് പിടയുന്നത് പോലെ ഇങ്ങനെ കിടന്ന് പിടക്കാണ്. ഞാൻ ആ കുഞ്ഞിനെ ആളുകളെയൊക്കെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. കുഞ്ഞു പള്ളിയായിരുന്നു. ആളുകളെയൊക്കെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. 2-3 പേരെ മാത്രം എൻ്റെ കൂടെ നിർത്തി, ടീച്ചേഴ്സിനെയൊക്കെ. എന്നിട്ട് കണ്ടിന്യൂ ചെയ്തു എൻ്റെ പ്രാർത്ഥന. തലയിൽ കവിച്ച് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് മനസ്സിലായ ഒരു പൈശാചിക പീഡയായിരുന്നു ആ കുഞ്ഞിൻ്റെ ശരീരത്തിലും ഉണ്ടായിരുന്നത്. അങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി എഴുന്നേറ്റിട്ട് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, അച്ഛാ പിശാചുണ്ടായിരുന്നല്ലേ എന്ന്, പിശാചുണ്ടല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എന്നോട് അന്ന് ചോദിച്ചത്. എന്നിട്ട് എന്നോട് അവിടെ ഇരുന്നിട്ട് മൊബൈലെടുത്ത് കാണിച്ചു തരാണ്. അച്ഛാ വേണ്ട, 7 പുരുഷന്മാരായിട്ട് എനിക്ക് ബന്ധമുണ്ട്. 8ാമതൊരാളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് നാളെ ഞാനൊരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തേക്കാണ്.
വല്ലാതെ പാപത്തിൽ ഇങ്ങനെ തോറ്റും തൊപ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ശരീരവും ആത്മാവും ഒക്കെ പിശാച് ഇങ്ങനെ കീഴ്പ്പെടുത്തി നിൽക്കുകയാണ്. ഈശോയുടെ അടുത്തേക്ക് വന്ന് അവൾ പറയാണ്, ദിവ്യകാരുണ്യം സ്വീകരിച്ച നിമിഷം മുതൽ എൻ്റെ ശരീരം വല്ലാതെ അസ്വസ്ഥമാകാനായിട്ട് തുടങ്ങി അച്ഛാ. എന്നിട്ട് എൻ്റെ ഉള്ളിൽ പറയണം, അച്ഛൻ്റെ അടുത്തേക്ക് വരണ്ട, അച്ഛൻ്റെ അടുത്തേക്ക് വരണ്ട, അച്ഛൻ്റെ കൈവപ്പ് മേടിക്കണ്ട. പക്ഷെ ഞാൻ ഈ പാപത്തിൽ നിന്ന് കയറി വരണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ആത്മാവിൽ ഇങ്ങനെ തോന്നുകയാണ്. വചനം പറയുന്നില്ലേ, ബലവാന്മാർ സ്വർഗരാജ്യം കരസ്ഥമാക്കുന്നു. അങ്ങനെ ബലം പ്രയോഗിച്ച് അച്ഛൻ്റെ മുന്നിലേക്ക് വന്നാണ്. അച്ഛൻ്റെ കൈ, എൻ്റെ അഭിഷേകം നിറഞ്ഞ കൈ തലയിലേക്ക് വന്ന നിമിഷം ഞാൻ താഴത്തേക്ക് നിപതിച്ചു. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്തെന്നറിയാമോ? എൻ്റെ കഴിവ്, എൻ്റെ ശക്തിയൊന്നുമല്ല. ആ കുഞ്ഞിന് ഡെലിവറൻസ് കൊടുക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പാപത്താൽ തോറ്റുപോയ വ്യക്തിക്ക് ഡെലിവറൻസ് കൊടുക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് പാപാവസ്ഥകളിൽ നിന്ന് കരകയറി വരണോ? നമുക്കൊരു ദൈവമുണ്ട്, ഗോഡ് ഹു സ്റ്റാൻഡ്സ് വിത്ത് ദ ഡിഫീറ്റഡ്. തോറ്റുപോയവരുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് പരിശ്രമിക്കാം. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, എല്ലാ പരീക്ഷയ്ക്കും ഞാനച്ചാ 1ാം ക്ലാസ് മുതൽ +2 വരെ ഫുൾ മാർക്കാണ്. തോൽവി എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം ഞാൻ എൻട്രൻസ് ഒരു പ്രാവശ്യം എഴുതി, മെഡിക്കൽ എൻട്രൻസ് ഒരു പ്രാവശ്യം എഴുതി, കിട്ടിയില്ല. 2ാമത് ഞാൻ എഴുതാണ്. എനിക്ക് ജീവിതം മടുത്തു. പലപ്പോഴും തോന്നുകയാണ് ആത്മഹത്യ ചെയ്യാന്ന്. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? വീട്ടുകാരുടെ പൈസ ഞാൻ നശിപ്പിച്ച കളയാണ്. ഇനി ഞാൻ ഒരിക്കലും കയറി വരാൻ പോകുന്നില്ല. തോറ്റ് ജീവിക്കാനാണ് എനിക്ക് വിധിയുള്ളൂ. അപ്പം ഞാൻ അവളെ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് ക്രൂശ് രൂപം കാണിച്ചു. എന്നിട്ട് ഞാനൊരു കാര്യം അവളോട് പറയായിരുന്നു, മോളെ, ഒരു തോറ്റുപോയ അപ്പൻ്റെ മോളാണ് നീ. ഈ ഭൂമിയിലേക്ക് ദൈവം തന്നെ വിട്ടത് എല്ലാത്തിലും ജയിക്കാൻ വേണ്ടിയിട്ടല്ല, ചില സമയത്ത് തോക്കാനാണ്. എന്തിനാണെന്നറിയാമോ? നീ തോക്കുമ്പോഴാണ് ഈശോയുടെ ഒപ്പം നീ ആയിരിക്കുക. ഈശോയെ പോലെ ആകണമെങ്കിൽ ചില സമയത്ത് ജീവിതത്തിൻ്റെ തോൽവികൾ അറിയണം. ഈശോ നമ്മുടെ ജീവിതത്തിലേക്കും ഹൃദയത്തിലേക്കും ഇറങ്ങി വരണമെങ്കിൽ ചില തോൽവി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവൻ അനുവദിക്കും. അപ്പോൾ ഈശോയുടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് നമുക്ക് നടക്കാനായിട്ട് സാധിക്കും. സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ വല്ലാതെ തോറ്റ് നിൽക്കുവാണെങ്കിൽ, കടബാധ്യത മൂലം തോറ്റ് നിൽക്കുവാണെങ്കിൽ, രോഗം മൂലം തോറ്റ് നിൽക്കുവാണെങ്കിൽ, കുടുംബജീവിതത്തിൽ വിള്ളലുകൾ വന്ന് തോറ്റ് നിൽക്കുവാണെങ്കിൽ, മരണത്തിൻ്റെ അവസാന വിനാഴികകളിലൊക്കെ ആണെങ്കിൽ, നിരാശപ്പെട്ട് ഇങ്ങനെ തകർന്ന് നിൽക്കുവാണെങ്കിൽ, വല്ലാതെ എല്ലാ പാപങ്ങളിലും നിമഗ്നമായിട്ട് ആശയറ്റിങ്ങനെ നിൽക്കുവാണെങ്കിൽ, ആത്മഹത്യയുടെ വക്കിലൊക്കെ ആണെങ്കിൽ, അച്ഛൻ പറയുന്ന ഒന്ന് കേൾക്ക്, നിന്നെ തോറ്റുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. തോറ്റുപോയവരുടെയും തോറ്റുകൊണ്ടിരിക്കുന്നവരുടെയും തോൽക്കാനിരിക്കുന്നവരുടെയും ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്കായി കാത്തിരിക്കുന്നു. നീയൊന്ന് വന്ന് ഹൃദയം തുറന്നിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നുണ്ട്. നമുക്ക് ഈശോയുടെ അടുത്തേക്ക് ചെല്ലാം. നമ്മുടെ തോൽവികളെല്ലാം അവൻ്റെ മുന്നിൽ ഏറ്റുപറയാം. ഈശോയെ, തോറ്റുപോയവരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഈശോയെ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഈശോയോടൊന്ന് പറയാം. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഒരു നിമിഷം ഈശോയിലേക്ക് ഉയർത്തി നൽകാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പലപ്പോഴും ജീവിതത്തിൽ തോറ്റുപോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആവർത്തിച്ച് ചെയ്യുന്ന ചില പാപാവസ്ഥകൾ, നിരാശകൾ, വെറുപ്പ്, വിദ്വേഷം, അങ്ങനെ പലപ്പോഴും ഞാൻ പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ തോറ്റുപോകുന്നുണ്ട്. ചില സമയങ്ങളിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ വരുമ്പോൾ വല്ലാതെ തോറ്റുപോകുന്നുണ്ട് ഞാൻ. ഈശോയെ, എൻ്റെ തോൽവികളെല്ലാം നീ ഏറ്റെടുക്കണമേ. എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ, എൻ്റെ ജീവിത പങ്കാളികളോട്, മക്കളോട് ഇടപഴകുമ്പോൾ ആ ബന്ധങ്ങളിലൊക്കെ തോൽവികൾ എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. അങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ പലപ്പോഴും തോൽവികൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഈശോയെ, അങ്ങൻ്റെ ഈ തോൽവികളെല്ലാം ഏറ്റെടുത്ത് എനിക്ക് ബലം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എൻ്റെ ആത്മാവിനെയും ഹൃദയത്തെയും ശരീരത്തെയും ബലപ്പെടുത്തി എന്നെ നയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.